ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്തോ ഒരു രുചി വ്യത്യാസമുണ്ട്. ഇപ്പൊ എന്തായി? ഞാൻ വെറുതെ കുറ്റം പറഞ്ഞാണോ? ചെറിയ പ്രശ്നമുള്ളൂ, എന്നാലും കുഴപ്പമില്ല. എല്ലാവർക്കും കൊടുക്ക്, എന്തായാലും കളിക്കില്ലേ? വേഗം ആയിക്കോട്ടെ. 3 പെഗ്ഗ അവള് ഒറ്റ വലിക്കകത്താക്കിയേക്കണം. വാ, നമുക്ക് സ്കൂട്ടാവും. സുന്ദരിക്ക് പൊട്ടുതൊടൽ മത്സരത്തോടെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. 3 പെഗ് ഹേൾക്കെ അവളുടെ ഉള്ളിലുള്ളത്. അതിങ്ങനെ പൂത്തിരി കത്തുന്ന പോലെ കത്തി കത്തി വരുമെന്ന കരുണാകരൻ സാറ് പറഞ്ഞത്. ഏത് നിമിഷവും അവളുടെ പ്രകടനം തുടങ്ങും. സുന്ദരിക്ക് പൊട്ടുതൊടൽ മത്സരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കെല്ലാവർക്കും അതറിയാലോ. എന്നാലും പ്രിയൻ അതേക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും വിശദീകരിച്ചു തരും. പ്രിയ. ഓക്കെ സർ. അവിടെ ഒരു സ്ത്രീയുടെ ചിത്രം വെച്ചിട്ടുണ്ടാവും. സ്ത്രീകൾ നെറ്റിയിലല്ലേ പൊട്ടുതൊടുക, കൃത്യം നെറ്റിയുടെ മധ്യത്തിൽ തന്നെ പൊട്ടുതൊടണം. നെറ്റിയുടെ മധ്യത്തിൽ തന്നെ പൊട്ടുതൊടാൻ ആർക്കും കഴിഞ്ഞില്ലെങ്കിൽ ഏകദേശം അതിനടുത്തെത്തിയവരെ വിജയായി പ്രഖ്യാപിക്കും. കരുണാകരൻ സാർ, സുന്ദരിയുടെ ചിത്രം ദാ അവിടെ വെച്ചോളൂ. അയ്യോ കൈലാസ് സാറേ, ഞാൻ ആ ചിത്രം കൊണ്ടുവരാൻ മറന്നുപോയി. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചല്ലേ കരുണാകരൻ സാർ, ചിത്രമില്ലാതെ എങ്ങനെയാ മത്സരം നടത്തുക? പറ്റിപ്പോയി കൈലാസ് സാറേ, പെണ്ണുമ്പോളോട് വഴക്കിട്ട് ഇറങ്ങിയപ്പോ ആ കാര്യം മറന്നുപോയി. ശരി, ഇനിയിപ്പോ എന്താ ചെയ്യാ? എവിടുന്നാ ഇപ്പൊ ഒരു ചിത്രം സംഘടിപ്പിക്കുക? അത് സാരമില്ല കൈലാസ് സാർ. സുന്ദരിക്ക് പൊട്ടുതൊടൽ മത്സരം മാറ്റി സുന്ദരന് പൊട്ടുതൊടൽ മത്സരം ആക്കിയാ മതി. അതിന് സുന്ദരന്റെ ചിത്രം വേണ്ടേ? ചിത്രമൊന്നും വേണ്ട, ആളെ തന്നെ ഇരുത്തിയാ മതി. ആരെ? കരുണാകരൻ സാറിനെ. എന്നെയോ? അതെ, നിങ്ങൾ തന്നെ. ചിത്രം എടുക്കാൻ മറന്നുപോയതിനുള്ള ശിക്ഷയത്. ദാ അവിടെ പോയിരിക്കെ. കൈലാസ് സാറേ, പോയിരിക്കെ കരുണാകരൻ സാർ. വേറെ കരുണാകരൻ സാർ, മോഹനെ പിടിച്ചാ സാറേ. വരൂ, എല്ലാരും വരും. സാറേ, കൈലാസ് സാറേ, പ്ലീസ് സാറേ. സാറേ, ഞാൻ പറഞ്ഞല്ലേ സാറേ. സാറേ വേറെ ആരെങ്കിലും വെക്കേ സാറേ. ആരാ ആദ്യം മത്സരിക്കുന്നേ? കഷ്ടം. കൈലാസ് സാറേ, സാറേ വേറെ ആരെങ്കിലും ആക്കി സാറേ. കഷ്ടം. റെഡി? ഇനി പാറുവാ. കുട്ടി